യോഹന്നാന്റെ സുവിശേഷം 1:12 തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കർത്താവിനെ വിശ്വസിക്കുകയും കർത്താവിന്റെ നാമം നമ്മുടെ വിശ്വാസ ബോധ്യത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നവർക്ക് അവിടുത്തെ വചനത്തിലും അവിടുത്തെ ഉദാസ ജീവിതങ്ങളിലും ഒക്കെ നമ്മൾ ദൈവം കൽപ്പനകളൊക്കെ തന്നിരിക്കുന്ന പാലിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശരിയായ ബോധ്യവും ശരിയായ അറിവും ശരിയായ വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 16-ാം തിരുവചനം, നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നത് ഏതായിരിക്കും? യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. മനുഷ്യാത്മാവും പരിശുദ്ധാത്മാവും ചേരുമ്പോൾ ദൈവത്തിന്റെ മക്കളാകാനുള്ള ആ സ്വാതന്ത്ര്യം, ആ കഴിവ്, ആ യോഗ്യത നമുക്ക് ഓരോരുത്തരും ലഭിക്കുന്നു. ഇതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 1 കൊറിന്ത്യസ് 6:19 പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ ആരുടെ വിലക്കാണ് വാങ്ങപ്പെട്ടിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് മനസ്സിലാക്കേണ്ടത്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവര്. അതുകൊണ്ട് നമ്മളെ ഒരു സ്വന്തമായ രീതിയിലുള്ള നീക്കമോ ജീവിതമോ നമുക്ക് സ്വയമേ ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, പൂർണ്ണ അവകാശമല്ല, ഇല്ലെന്ന് വേണം നമുക്ക് പറയാം. കാരണം വിലയ്ക്ക് വാങ്ങപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ മേൽ അധികാരമുള്ളൊരു ഒരു സ്ഥാനം വരുന്നുണ്ട്, അവിടെ ഒരു അധികാരി വരുന്നുണ്ട്. അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് വാങ്ങപ്പെട്ട ഓരോ മക്കളും യേശുക്രിസ്തുവിന് വിധേയപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് തിരുവചനം നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:63 ആത്മാവാണ് ജീവൻ തരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവ് ജീവൻ തരുന്നു, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ ആത്മാവിന്റെ നിലനിൽപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവിക സ്വഭാവം, ദൈവിക ചിന്ത, ദൈവിക പ്രവർത്തനം. കർത്താവിന്റെ പ്രവർത്തനം എല്ലായ്പ്പോഴും പോസിറ്റീവ് മാത്രമാണ്. നെഗറ്റീവ് എനർജിയിൽ ഒരു പ്രവൃത്തിയും ദൈവം ചെയ്യുന്നില്ല. അതാണ് ദൈവത്തിന്റെ മക്കളുടെ മനസ്സിൽ എപ്പോഴും ആഴത്തിൽ പതിഞ്ഞിരിക്കേണ്ടത്. ഗലാത്യർ 3:3 ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ജീവിതം ആത്മാവിൽ ആരംഭിച്ചു, അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ ജീവിതയാത്ര എങ്ങനെ? ശരീരത്തിന്റെ മേലുള്ള ചിന്തയിലാണ് പലരുടെയും മനസ്സ് അസ്വസ്ഥപ്പെട്ട് കിടക്കുന്നത്. ജീവിത വ്യഗ്രത അത് പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. വിളിച്ചവനും വേർതിരിച്ചവനും നയിക്കുന്നവനുമായ നമ്മുടെ ജീവിതത്തിന്മേൽ അധികാരമുള്ള ദൈവത്തിന്റെ ഇടപെടലുള്ള നാം ഓരോരുത്തരും ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ബോധ്യം പലരുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 കൊറിന്ത്യസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. തിരുവചനം പറയുകയാണ്. പലപ്പോഴും നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു കാര്യം ഇതാണ്, എനിക്കെല്ലാം അറിയാം. വചനത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനോടുള്ള അറിവില്ലായ്മയാൽ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വേണ്ടത്ര അറിവില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകളാണ് സംഭവിക്കുന്നത്. തിരുവചനം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 12:24 വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? വിശുദ്ധ ലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയോ മനസ്സിലാക്കുകയോ അതനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയോ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകളാണ് സംഭവിക്കുന്നത്. ഈ തെറ്റ് വരാതിരിക്കാനാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെയാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്. നമുക്ക്
വിശുദ്ധിയിലും വിശ്വാസത്തിലും ഭക്തിയിലും ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും തിരുവചനത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ലിഖിതങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ കാര്യം നമ്മുടെ ചിന്തയിൽ വരാതെ വിട്ടുമാറിയുള്ള നമ്മുടേതായ രീതിയിലുള്ള നീക്കങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ തിരുത്തലുകൾ വരുത്തി ദൈവവചനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മക്കളായി തീരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:32 സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, സത്യം നമ്മൾ അറിയും, സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. യേശുക്രിസ്തുവിനെ നമ്മൾ അറിയും, യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കും. അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ദൈവമായി തീരും. അതിനുള്ള ഒരു തിരുവചന വചനങ്ങളാണ് ഇപ്പോൾ തിരുവചനത്തിലൂടെ നമ്മൾ ശ്രമിച്ചത്. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തണം, കർത്താവിന് പ്രിയപ്പെട്ട മക്കളായി ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കർത്താവിന് പ്രാധാന്യം കൊടുക്കണം. എൻ്റെ പാപത്തിന് പകരം യേശു ക്രൂശിൽ മരിച്ച് ആ രക്തത്തിന് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ജീവിതമാണ് നമുക്ക് ഓരോരുത്തരും വിശ്വാസികളെ നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിൽ ആത്മപരിശോധന ചെയ്ത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം, യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.